ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെഞ്ഞാറമൂട്ടിലാണേ. വെഞ്ഞാറമൂട്ടിലെന്ന് പറയുമ്പോൾ അവിടെ നെല്ലനാടെന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അത് കാണാനും അവിടെ നിന്നൊരു മസ്ക ബണ്ണും ഇറാനി ചായയും കുടിക്കാനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ തന്നെ വന്നത്. അവിടെ വന്ന് കയറുമ്പോൾ തന്നെ പഴയ വെഞ്ഞാറമൂടിനെ ഓർക്കുന്ന ഒരുപാട് ഓർമ്മകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സെറ്റിങ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം വന്ന് കയറുന്നത് കടയുടെ മുന്നിലെ ചെറിയൊരു പീടികയുണ്ട്. പണ്ടത്തെ ചായക്കടകളൊക്കെ കണ്ടിട്ടുണ്ടോ? അതേപോലത്തെ ഒരു ചെറിയ സെറ്റിങ്സ്. അവിടെ ചെറിയൊരു ലൈബ്രറി, ഇരിപ്പിടം, പിന്നെ എന്താ പറയുക, പഴയ ഘടികാരം, അങ്ങനെ. പിന്നെ പണ്ട് നമ്മൾ സൈക്കിളിലൊക്കെ നടന്ന് ചായ വിൽക്കുന്ന മാമന്മാരെ കണ്ടിട്ടില്ലേ റോഡിലൊക്കെ? അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാം. ഇതിൻ്റെ അകത്ത് കയറിയാലും വളരെ നല്ല കാഴ്ചകളാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് മസ്ക ബണ്ണും ഇറാനി ചായയും കുടിക്കാനാണ് വന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ചേച്ചിയുടെ മോന് അതിൽ വളരെ ഇൻട്രസ്റ്റാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഈ ഒരു വാർത്ത കേട്ട് വയ്യ. അതുകൊണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇത് എവിടെയാണ് കിട്ടുക, ഈ മസ്ക ബണ്ണ് ഇറാനി ചായ എവിടെയാണ് കിട്ടുക എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് വെഞ്ഞാറമൂട് നെല്ലനാട് ഹോട്ടലിൽ ഇത് അവൈലബിൾ ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കിയില്ല, ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞങ്ങളിവിടെ 7:30 ആയിട്ടോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടൽ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നല്ല വൃത്തിയാണ്. മസ്ക മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള മറ്റ് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഊണുണ്ട്, കാപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ചേട്ടൻ ഇറാനി ചായ എല്ലാവരെയും മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ പിറകെ വേറൊരു ചേട്ടൻ മസ്ക ബണ്ണും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് മേശ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചുറ്റും ക്രീമൊക്കെ തേച്ച് വളരെ ഭംഗിയുണ്ട്. തിന്നാൽ എങ്ങനെ ഇരിക്കും? നോക്കിയിരുന്ന് കൊതി വിടാതെ നമ്മളെല്ലാവരും ഓരോ പീസ് വീതവും എടുത്താട്ടോ. ഓരോ പീസ് വീതം എടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് എന്നെ വിചാരിച്ചു. ടേസ്റ്റ് ചെയ്തപ്പോൾ വളരെ നല്ല രുചിയായിരുന്നു. മിൽക്ക് മെയ്ഡും ബട്ടറും ഒക്കെ എന്താ പറയുക, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അന്നക്കുട്ടി ടിഷ്യൂട് കൂടിയൊക്കെ വയ്ക്കും ചായയിൽ മുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ എടുത്ത് മാറ്റി ഞങ്ങൾ പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തായാലും ഈ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഇറാനി ചായയും ഒട്ടും പിന്നിലല്ല, ഇടുപ്പൻ. ഇറാനി ചായയിൽ ചെറിയൊരു മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്കറിയത്തില്ല കൂട്ട്, എന്തായാലും കൊള്ളാം. ചികുവിനും ഇഷ്ടപ്പെട്ടു. ചികു പറയാൻ അടിപൊളി എണ്ണമ്മ സെറ്റ് ചെയ്യുന്നെന്ന്. അന്നൂസ് വായിന്ന് ഇതുവരെ എടുത്തിട്ടില്ല മസ്ക ബണ്ണ്. ചേച്ചിക്ക് നല്ല എണ്ണ ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയുക, നമ്മുടെ അമ്പാടിക്കുട്ട ഏകദേശം 1.5 മുറി വായിലാക്കിയിട്ടുണ്ട് കേട്ടോ. മസ്ക ബണ്ണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കടയിലെ ഫ്രണ്ടിലെ ഈ പഴമയുടെ ഇടയിലൊരു ചെറിയ ഫോട്ടോ ഞങ്ങൾക്ക് എടുക്കാമെന്ന്. അങ്ങനെ ഞാനും മോളും കൂടി ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ വന്നായിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേ തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള കുറച്ച് പ്ലേസ് ഉണ്ടായിരുന്നേ. അവിടെ ഊഞ്ഞാലാട്ടവും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടുന്ന് കണ്ടപ്പോൾ തന്നെ ചാടി ഓടി ഇപ്പുറത്ത് വന്ന് കളിയും തുടങ്ങി കേട്ടോ. 3 എണ്ണം കൂടെ. എൻ്റെ അമ്മോ, എനിക്ക് എന്നെ പറയാൻ വയ്യ. കളിച്ച് അവസാനമായപ്പോൾ വിളിച്ചാൽ പോലും 3 എണ്ണം വരത്തില്ല. എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയ്ക്ക് അവരെ കൊണ്ട് പേടിക്കണ്ട, അവർ ഇതിലേതെങ്കിലും ഒന്നിൽ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അമ്മക്കും ഒരു ഹാപ്പിയായി, അവർക്കും ഒരു ഹാപ്പിയായി. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് തിരിച്ചു മടങ്ങുന്നത്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്.